ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷം? സുഖല്ലേ? അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാന്ന് കരുതി കേട്ടോ. അപ്പൊ ഇതാക്കണ് ഇവിടെ കുഴി കുത്തുന്നുണ്ട്, അതുപോലെ അതാ അവിടേക്കും ഒരു കുഴി കുത്തുന്നുണ്ട് കേട്ടോ. സെറ്റപ്പ് ആക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാന്ന് കരുതിട്ടോ. അപ്പൊ ഓരോരുത്തർ ബേജാറായി ചോദിച്ചിട്ടുണ്ട്, ഇതിലാറ് ബേജാറ് നിങ്ങൾക്കായിരിക്കും അല്ലേ? അപ്പൊ കുറച്ച് പഴയ ആയിട്ടുള്ളൂ കേട്ടോ. ഇതിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരണ്ട്. അവിടെ ആയിരുന്നു. അപ്പൊ ഞങ്ങള് എടവണ്ണ പോയി വരാം കേട്ടോ. ഇത്താത്തയും അതേപോലെ താത്താന്റെ മോളൊക്കെ ഉണ്ട്. വലിയോലൊന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ ഞങ്ങള്. മോള് ഏടത്തിന്റെ മോള് അങ്ങോട്ട് തിരിഞ്ഞിട്ടോ. ഒക്കെ ആയിരുന്നു പെടുത്തണ്ടല്ലേ. പിന്നെ അതായിട്ടേ വല്ലാതെ ഇങ്ങോട്ട് അമർത്തിയിട്ട് ഇങ്ങോട്ട് താഴണില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ചോദിച്ചു പേടിച്ച് കണ്ടിട്ടോ, വെള്ളം താന്നു പോവില്ലേ ചോദിച്ചപ്പോഴേ അതൊക്കെ ഉഷാറായിട്ട് പോയിക്കോളാം, നമുക്ക് ആ ഓട് വെക്കാം അതിൻ്റെ ഇടഭാഗത്ത് കാരണം. അപ്പം 2 റിങ്ങുകൾ ഇറക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഏകദേശം പണി പൂർത്തിയായിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ലേസിച്ച് ഞങ്ങളിങ്ങനെ ജസ്റ്റ് ചോദിച്ചപ്പോൾ ഒരു സമാധാനത്തിനും വേണ്ടി ജസ്റ്റ് ഒന്നെണ്ണം എടുത്ത് കാണിച്ചു തന്നു എന്നുള്ളൂ കേട്ടോ. പിന്നെ കുറേ പണിയുണ്ട്. ആ മണ്ണൊക്കെ കണ്ടില്ല മക്കളെ, ആ മണ്ണൊക്കെ ഒരു ഭാഗത്തേക്ക് ഇടണം കേട്ടോ. 2 സൈഡിലിട്ട് കണ്ട് നിറക്കാമെന്ന് കരുതണേ ഞാൻ കേട്ടോ. ഒന്നാമത് ആ മുന്നിലിടാൻ പറ്റൂല, മുൻഭാഗത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആകെ ചപ്പിളി പിളിപ്പിളി ആയിരിക്കും അല്ലേ. അപ്പോൾ പിന്നെ 2 ഭാഗം ഉണ്ടല്ലോ, ആ 2 സൈഡ് ഭാഗങ്ങളിൽ അങ്ങോട്ട് ഇട്ടുകാണ്ട് നിറക്കാതിരുതണം. അല്ല അപ്പം മണ്ണൊക്കെ ഇവിടെ കൊണ്ടുപോയിടുക നമ്മൾ. ആ ചരലുകളൊക്കെ ഒന്നാണ് വാരിയിട്ട് വൃത്തിയാക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾ കല്ലും മണ്ണിടുക കാരണം പരാതികൾ വേറെയുണ്ട്. അപ്പം പിന്നെ റോഡിൻ്റെ ആ ഭാഗം നമുക്ക് ചെറുതായിട്ടൊന്ന് പൊന്തിച്ചും വേണം. ഒക്കെ മെല്ലെ മെല്ലെ ചെയ്യുള്ളൂ, ഞങ്ങളോട് പറഞ്ഞില്ല. ഇന്നലത്തെ കമൻറ്റിൽ ആരോ പറയുന്നുണ്ട് കേട്ടോ, അപ്പോൾ അതോ കടം വാങ്ങിക്കാണ്ടൊന്നും ചെയ്യണ്ട, ആക്കം പോലെ ആലയത്തുനിന്ന് കിട്ടണ ലാഭം കൊണ്ട് ചെയ്താൽ മതിയെന്ന്. അതന്നെ കേട്ടോ എൻ്റെ മനസ്സ് അറിയണത്, നിങ്ങളെ മനസ്സും കൂടിയാണ് കേട്ടോ. ഞാനത് ചിന്തിച്ചത് തന്നെയാണ്. അപ്പം നിങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ നമ്മളൊരു നല്ല കാര്യത്തിനു വേണ്ടി പറഞ്ഞു തരിക എന്നറിയാം. കടം വാങ്ങിച്ച് കാണ്ടൊന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. കിട്ടണേന്ന് ഇത്തിരിച്ചെടുത്ത് അങ്ങനെ അങ്ങോട്ട് ചെയ്യാൻ കരുതണം കേട്ടോ. അപ്പം അത് ഏകദേശം 10-14,000 ഉറുപ്പ്യോളം ആയിട്ടുണ്ട് ആ കുണ്ട് കുത്തി റിങ് വെക്കാൻ കേട്ടോ. ബാക്കി ഇനി അതിൻ്റെ പ്ലംബിങ് പണിയും അതിനൊക്കെ വേറെ കൊടുക്കണം. പിന്നെ പ്ലംബിങ് സാധനം വാങ്ങാനുള്ളതും പിന്നെ ഒരു പ്ലംബിങ്ങുകാരനെ വിളിച്ചണം. അപ്പം അതിന് വേറെയും കൊടുക്കും. ഏകദേശം ഒരു 20 രൂപേൻ്റെ അടുത്ത് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് മൊത്തം ആ കുഴി കുത്തിക്കാണ്ട് റിങ് ഇറക്കാൻ 14 ഉറുപ്പ്യോളമായി കേട്ടോ. അത്രയൊക്കെ വേണം ഇന്നത്തെ കാലത്തിൽ. എന്തൊരു പരിപാടിയും നമുക്ക് എളുപ്പം നിസ്സാര കാര്യമാണ് അറിയാം. നമുക്ക് ഇങ്ങോട്ട് ചായുമ്പോഴാണ് അണ്ടി കൊണ്ട് അടുക്കുമ്പോഴാണ് അണ്ടീൻ്റെ പുളി അറിയുള്ളൂ പറഞ്ഞ പോലെ. നമ്മൾ അതിക്ക് ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. ഏകദേശം 10-20,000 ഉറുപ്പ്യോളം വേണം. ഇൻഷാ അല്ലാ അതൊക്കെ നമുക്ക് അങ്ങനെ ഒപ്പിച്ച് കണ്ടൊക്കെ അങ്ങോട്ട് റെഡിയാക്കി തൂക്കും. നിങ്ങളെ സപ്പോർട്ട് മതി. ലൈക്ക് ചെയ്യാൻ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് അല്ലേ. ലൈക്ക് ചെയ്ത് കണ്ടു തുടങ്ങുകൊണ്ട് കേട്ടോ. പിന്നെന്താ, മുറ്റൊക്കെ ഇവിടെ വന്ന് കണ്ട് അടിച്ചൊരു വൃത്തിയാക്കണം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു പൈപ്പും ഉണ്ട്, അതേപോലെ ഇവിടെ ഇങ്ങനെ ഒരു തിരുമ്പാൻ കല്ലും ഉണ്ട് കേട്ടോ. മെഷീൻ കൊടുന്നിട്ട് ഇവിടെ വെക്കാനൊരു ഹൗസില്ലായിട്ട് മെഷീൻ കൊടുന്നിട്ടില്ല. അപ്പോൾ ആ മുറ്റം കുറേ അടിച്ചു വരാനുണ്ട് കേട്ടോ. അപ്പോൾ മുറ്റൊക്കെ ഒന്നും
അടിച്ചുവരി വൃത്തിയാക്കി. ഇപ്പം നമുക്ക് ഇല്ലേ പൈസക്ക് അനുസരിച്ച് ഒരു വാടക വീടാണ് ഞാൻ നോക്കിയത് കേട്ടോ. കുറേ ബൗസും ബംഗ്ലാവും നോക്കുമ്പോഴത്തേനും നമുക്ക് നല്ല റേറ്റ് വരും. എന്നാലും ഞാൻ തിരക്കടില്ലാത്തൊരു പെര കുറേ അന്വേഷിച്ച് നോക്കി കേട്ടോ. പെട്ടെന്ന് നമുക്ക് കിട്ടണില്ല. എന്താ വെച്ചാൽ അവിടെ അങ്ങനെ ബുദ്ധിമുട്ടില്ലോണ്ട് അയൽവക്കക്കാർക്കൊക്കെ ബുദ്ധിമുട്ടില്ലോണ്ട് നമ്മൾ പെട്ടെന്ന് മാറി കൊടുക്കണം. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൊണ്ട് പെട്ടെന്ന് കിട്ടിയ ഒരു വീടാട്ടോ. അപ്പം പിന്നെ വേഗം അങ്ങോട്ട് വണ്ടി കയറി കൂടി. പിന്നെ ഇങ്ങനെ പണി തുടങ്ങാനും തന്നെ നിങ്ങൾക്ക് അറിയണല്ലേ, ആക്കം പോലെ എന്നെ കൊണ്ട് കഴിയുള്ളൂ എന്ന്. അപ്പോൾ പിന്നെ തൽക്കാലം ഇങ്ങോട്ടങ്ങോട്ട് മാറിയേക്കാം. പിന്നെന്താ ലേസം ചോറുണ്ടാക്കണ പരിപാടിയാണ് കേട്ടോ. ലേസം ബിരിയാണി വെക്കട്ടെ, വൈകുന്നേരം ആയിക്കണം കേട്ടോ. അപ്പോൾ ഏട്ടത്തി മക്കളൊക്കെ പോയിട്ടുണ്ട്, ഇപ്പോൾ ആരുമില്ല കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ബാക്കി ലേസം അങ്ങോട്ട് കുട്ടികൾ രാത്രി ഇങ്ങനെ ബിരിയാണി വെച്ച് തരുമോ ചോദിച്ചപ്പോൾ നാളെ ഏട്ടത്തിൻ്റെ മോളൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ നെയ്ച്ചോറ് വെച്ചില്ല, അതിൻ്റെ ലേസം അരി ബാക്കിയുണ്ട് കേട്ടോ. അപ്പം ഇത്തിരി ഇറച്ചിയും കൊടുത്തിട്ടുണ്ട്. അപ്പം ലേസം അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് കരുതി കണ്ട് കേട്ടോ. പിന്നെ എന്താ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. കുറേ പരിപാടികളുണ്ട് നമ്മൾ ആ പെരയിൽ കേട്ടോ. അപ്പോൾ അതൊക്കെ മുഴുവനായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ദിവസങ്ങൾ പിടിച്ചും. നിങ്ങൾ പറഞ്ഞ പോലെ ഇന്നലത്തെ കമൻറ്റിൽ ഏതോ ഒരു ആൾ കമൻറ്റ് ചെയ്ത പോലെ ആക്കം പോലെ ധൃതി പിടിച്ച് എടുക്കണ്ട, കടം വാങ്ങി എടുക്കണ്ട പറഞ്ഞ പോലെ നമുക്ക് കിട്ടില്ലല്ലോ ഒരു അങ്ങനെ കടല്ലാതെ അങ്ങോട്ട് ആക്കി തീർക്കുക. അതന്നെയല്ലേ വലിയ ബൗസ്. മറ്റേതൊക്കെ കാട്ടി കൂട്ടിക്കാണ്ട് പിന്നെ നമ്മൾ അത് തലയിൽ കഴിച്ചേക്കേണ്ടി വരും. അപ്പം അതാക്കണ് തക്കാളിയൊക്കെ മുറിച്ചിട്ടുണ്ട്. പിന്നെ ആ പലക കണ്ടുകാണ്ട് ചിരിച്ചാൽ നിൽക്കണ്ട കേട്ടോ. നല്ല പലക മക്കളെ തേച്ചൊരച്ച് കാണും നന്നാക്കിയിട്ടാണ് അക്കോലം വെള്ള കളർ കേട്ടോ. ആ പലൻ്റെ ഒരു ബോക്സ് വേറെ തന്നെയല്ലേ. പിന്നെ ഒരു വെള്ള ട്രേ ഉണ്ടായിരുന്നു കുറേ മുന്നിൽ, അതിങ്ങനെ ഒരു വേറെ കറുപ്പ് ബാധിച്ചപ്പോൾ ഞാനങ്ങോട്ട് ഒഴിവാക്കി ഇട്ടതാണ് കേട്ടോ. ബിരിയാണി വെക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, നമ്മളെ മക്കളൊക്കെ വലുത്താരം ഇങ്ങനെ നിന്നുകൊണ്ട് കൂട്ടോ. നമ്മളെ ചുമയൊക്കെ കണ്ടില്ലേ, ഒപ്പം ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും. ഞാനത് കൂടിത്തരാം അത് കൂടിത്തരാറിന് കണ്ട്. അപ്പോൾ ചെറിയൊരു പരിപാടിയൊക്കെയുണ്ട്, രാത്രിക്കത്തെ പരിപാടിയാണ് കേട്ടോ. ലേസം ഒരു 1.5 കിലോനാണ് ഞാൻ വെക്കണത്. 1 കിലോ ഇറച്ചിയും കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് ഒപ്പിച്ച് അങ്ങോട്ട് ഉണ്ടാക്കാതിരുതി കണ്ടി. വിശേഷങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കും, നിങ്ങളെ അറിയിക്കാത്ത ഒരു കാര്യമില്ല. അപ്പോൾ സന്തോഷമായ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ജീവിതത്തിൽ, അതൊക്കെ നിങ്ങളെ ഞാൻ അറിയിച്ചും. അപ്പോൾ അതൊക്കെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അപ്ലോഡ് ചെയ്ത് വിടാൻ കഴിയണില്ല മക്കളെ, നിറഞ്ഞ് കിടക്കുന്നുണ്ട് വാട്സപ്പുകളൊക്കെ. അപ്പോൾ അത് വിടാൻ കഴിയണില്ല. നമ്മൾ വൈഫൈ ഇല്ലായിട്ട് നമ്മൾ അവിടെ പോയാലും വൈഫൈ ഇല്ല. കാരണം ഞാൻ അതിൽ കാർഡ് ഇട്ടിട്ടില്ല. വെറുതെ അവിടെ ഒരു അപ്ലോഡിന് മാത്രം നമ്മൾ കാർഡ് ഇടണ്ടല്ലോ കരുതികാണ്ടേ. അപ്പോൾ കുറേ വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് സന്തോഷമല്ല കാര്യത്തിൽ പാത്തു എന്ത് നേടിയെന്ന് അറിയണ്ടേ നിങ്ങൾക്കൊക്കെ. അപ്പോൾ അതൊക്കെ വരും കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. അതൊക്കെ നിങ്ങളെ അറിയിക്കായിട്ട് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. വീഡിയോസ് എടുത്ത് വിടായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്നും വിടാൻ കഴിച്ചായിട്ട്. അതിങ്ങനെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുക അറിയില്ലേ, അതേപോലെ. പിന്നെന്താ ബിരിയാണി വെക്കണ മുഴുവൻ വീഡിയോസും ഞാൻ അതിലും ഇങ്ങോട്ട് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഒന്നാമത് എല്ലാം കൂടി ലോങ് ആവും കരുതി അപ്ലോഡ് ചെയ്ത് വിടാൻ കഴിയൂല കരുതിക്കാണ്ട്. അപ്പം മാക്സിമം ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യോണ്ടി കേട്ടോ. പിന്നെ ബിരിയാണി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല, ഒക്കെ പാടെ ചുറ്റിനും നിൽക്കും. അപ്പോൾ തക്കാളിയും എന്താ ഉള്ളത് ഒക്കെ ഓരോ കണ്ടാണ് കൊടുത്താൽ ഓല പോട്ടിനെ പോയിക്കോളും. 5 പണി ഇച്ച് കൊയ്ച്ചാലോ കരുതിക്കാണ്ട്. കുറച്ചും കൂടി കൊറിയറും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട്. പിന്നെന്താ ലേഹം ഉണ്ട് കേട്ടോ. ലേഹം ആവശ്യമുള്ളവരൊക്കെ വിളിച്ചോളി. അപ്പോൾ നമ്മളെ തടി വെക്കാനും മെലിച്ചിലിന് അസ്ഥിയുരുക്കം കാര്യങ്ങൾ കുറയാൻ, അതേപോലെ ബ്ലഡ് കൗണ്ട് കൂടാൻ, പ്രസവിച്ച് കിടക്കണവരാണെന്നുണ്ടെങ്കിൽ പാലുണ്ടാകാനൊക്കെ വേണ്ടിയിട്ടില്ല നല്ല ലേഹ്യമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് നമ്മളെ ലേഹ്യം, നട്സിൻ്റെ ലേഹ്യമാണ്. അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ വന്നോളി. പിന്നെ എന്താ അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതും വാട്സപ്പിൽ വന്നോളി. അസ്സലാമു അലൈക്കും.